ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഇടവേള ഇതുവരെ പിടിച്ചു. ഓക്കെ ഞാൻ പറയാം. ചർച്ച കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലേ? ഒന്നുമില്ല, അതൊക്കെ ആവശ്യം തന്നെയാണ്. കേക്കാമോ? ഹലോ, മണ്ടു പറഞ്ഞു. ഇപ്പൊ ഇടവേളയാണ്, 3 പേരോടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഇതിപ്പം നമ്മൾ ടെലികാസ്റ്റ് ചെയ്യില്ല, കേൾക്കുകയുമില്ല. ഓക്കെ, നമുക്ക് ഇപ്പോ ഒരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം ചർച്ച ആ വിഷയത്തെ കുറിച്ച് ആയാലോ? അപ്പൊ ഇത് വേണ്ട. ഇതിപ്പോ ഒരു ഹരായിട്ട് വരികയായിരുന്നല്ലോ. അല്ല, ഇതിപ്പോ ഇതേപ്പറ്റി പറയാനുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് മാത്രമല്ല, ഇപ്പൊ വന്നേക്കുന്ന ന്യൂസ് കുറച്ച് ചൂടുള്ള വാർത്തയാണ്. അതെ, അതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹൈപ്പും കിട്ടും, കൂടുതൽ ജനകീയമാവും. കുറച്ചും കൂടി വെല്ലുവിളിച്ചിട്ട് അതിലോട്ട് പോയാ പോരെ? അല്ല, നമുക്ക് ഇതിൽ തുടങ്ങാമല്ലോ ചർച്ച. എന്താ വിഷയം? എന്താണ്? അതായത് ഈ മുഴുവൻകുഴി എന്ന് പറയുന്ന സ്ഥലത്തെ കുളത്തിൽ നിന്നൊരു തലയോട്ടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ തലയോട്ടിയാണ് വിഷയം. ഓക്കെയാണോ രാഘവൻ സാർ? അത് എനിക്ക് ആ വിഷയത്തെ കുറിച്ച് നല്ല പിടിപാടില്ല. എന്ത് പിടിപാട്? ഇതൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സ്വന്തം തലയോട്ടിലുള്ള തലച്ചോറ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് കിട്ടും. ചർച്ചയൊന്നും മാറണ്ട. നേരത്തെ ഒച്ചെടുത്തില്ലേ, അതുപോലെ തലയോട്ടി 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 എന്ന് പറഞ്ഞ് ഒച്ചെടുത്തോണ്ടിരുന്ന നിങ്ങളൊരു സൈഡിൽ എന്നെ പറഞ്ഞോണ്ടിരുന്നാ മതി. ബാക്കി എന്താ മണ്ടോതിരി എന്താ പറയാൻ പോണ്? അതിപ്പോ ഞാൻ വാർത്ത പറഞ്ഞതിന് ശേഷം ലൈവായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം, അതിൽ കയറി പിടിച്ചാൽ മതി. അത് ആ സാഹചര്യം അനുസരിച്ച് താളത്തിന് എന്താ പറയാ. പരസ്യം തീർക്കല്ലോ, ഒറ്റ മിനിറ്റ് ഞാനൊരു കോൾ ചെയ്തേട്ടെ. വേഗം ആയിക്കോട്ടെ. പ്രസിഡന്റ്, നമ്മുടെ ഈ ചർച്ച ഒന്ന് മാറ്റുകയാണ്. ഇതുവരെ നമ്മൾ സ്കോർ ചെയ്തല്ല. അപ്പൊ മുഴുവൻ കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് കുളത്തിൽ നിന്ന് ഒരു തലയോട്ടി കിട്ടിയിട്ടുണ്ടോ? ആണോ? അപ്പൊ ആ വിഷയമാണ് ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യാൻ പോണ. അപ്പൊ അതിന്റെ കുറച്ച് പോയിന്റ്സുകൾ എന്റെ വാട്സപ്പിലോട്ട് ഇട്ടേരും. അത് അവരെ ഭരണപക്ഷത്തിനെ തന്നെ പറഞ്ഞാൽ മതി. നല്ല മൂർച്ച ഉള്ളതേ. റെഡി അല്ലേ? റെഡി. കഴിയാൻ സമയം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ്. മുഴുവൻ കുഴി എന്ന സ്ഥലത്ത് കുളത്തിൽ നിന്നും സുന്ദരിയായ ഒരു യുവതിയുടെ തലയോട്ടി കിട്ടിയിരിക്കുന്നു. ശ്രീ വെള്ളിക്കട്ടിക്കോയ, എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഇത് സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീയുടെ തലയോട്ടി ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ പിടുത്തം കിട്ടിയത്? അത് എത്ര ആലോചിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നു? സ്ത്രീപീഡന കേസിൽ വിവാദമായ ഉഗ്രാംകുഴിക്ക് ശേഷം തൊട്ടടുത്ത പ്രദേശമായ മുഴുവൻകുഴിയിൽ ഒരു കുളത്തിൽ നിന്നും തലയോട്ടി കണ്ടെത്തിയിരിക്കുന്നു. ഒരു സുന്ദരിയായ സ്ത്രീയുടെ തലയോട്ടിയാണെന്നാണ് വാർത്ത. ഈ സ്ഥലം സന്ദർശിക്കാൻ വെറും 100 രൂപ. ആർക്കും കടന്നു വരാം. തലയോട്ടി കിട്ടിയ കുളം സന്ദർശിക്കാൻ വെറും 100 രൂപ. മറിമായം.